രജിത്, AK ആന്റണി ഇപ്പോൾ പത്രസമ്മേളനം നടത്തി. കോൺഗ്രസിന് തന്നെ വിനയായോ എന്ന സംശയം കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറെ നാളായി അദ്ദേഹം രാഷ്ട്രീയ വനവാസമെന്നോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഇടപെടാതെ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്തിന് ഇപ്പോൾ ഇത്തരം ഒരു വാർത്താസമ്മേളനം നടത്തിയത് ചോദ്യമാണ് പോയിരുന്നത്. എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട് അതേക്കുറിച്ച്? എനിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഒരു ബൂമറാങ് പോലെ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനിയുള്ള ദിവസം ക്രൂഷ്യലാണ്. തെരഞ്ഞെടുപ്പിലേക്കുള്ള അവസാനവട്ട ഫൈനൽ റിഹേഴ്സൽ നടക്കുന്ന സമയമാണ്. അപ്പൊ അതിനിടയ്ക്ക് പല പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ട വിഷയമാണ്. അതിങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ ഒരു വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടു. ഇതിനിടയിൽ നിയമസഭ ചേരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഭരണപക്ഷം ഇപ്പോൾ വരുന്നത്. കാരണം അടിയന്തര പ്രമേയം തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുണ്ട്, നിങ്ങളുടെ ആരോപണത്തിന് കൃത്യമായ മറുപടി ഞങ്ങളുടെ ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് ശരീരഭാഷയല്ലേ നമ്മുടെ ഭരണപക്ഷം എന്ന് പറയുന്നത്. അതിനിടയിൽ ഉണ്ടായ ചില പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളെക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ UDF ഭരിച്ച കാലത്ത്, പ്രത്യേകിച്ച് AK ആന്റണിയുടെ മുത്തങ്ങയും ഒക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മാറാടോ അല്ലെങ്കിൽ ശിവഗിരിയുടെ വിഷയമോ അദ്ദേഹം ചൂണ്ടിക്കാട്ടില്ല. പക്ഷേ ഈ മുത്തങ്ങ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം പൊടുന്നനെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി തുറക്കാതിരുന്ന, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ വന്നിട്ടും ഒന്നും ഉരിയാടാതിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് AK ആന്റണി പൊടുന്നനെ പത്രസമ്മേളനം വിളിക്കുന്നു. മാധ്യമങ്ങളെല്ലാം ഞെട്ടുന്നു. ഉടനെ അദ്ദേഹം പറയുന്നു, ശിവഗിരിയിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ശിവഗിരിയിൽ അന്ന് ഞങ്ങൾ ചെയ്തത് ന്യായമായ കാര്യമാണ്. ശിവഗിരിയിൽ പോലീസിനെ അതിക്രമിച്ചപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത്. ശിവഗിരിയിലെ സ്വാമിമാർ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോയത് എന്നൊക്കെയാണ്. പക്ഷേ അത് പിന്നീട് വിവിധമായ ചർച്ചകളിലേക്ക് വന്നു. മുത്തങ്ങ പരസ്യമായ ചർച്ചകളിലേക്കുള്ള സാഹചര്യമായി. മാറാട് കോൺഗ്രസിനെന്നും പ്രത്യേകിച്ച് ഈ UDF സർക്കാരിനെന്നും തലവേദനയായിട്ടുള്ള ഒരു സംഭവമാണ്. അത് വീണ്ടും ചർച്ചയായി. അത് CPM സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ഗുണമായി മാറി. ഇതാണ് ഈ സംഭവം. യഥാർത്ഥത്തില് AK ആന്റണി എന്താണോ ഉദ്ദേശിച്ചത്, പുള്ളി ഇങ്ങനെ ഒന്നുകൂടി രംഗപ്രവേശനം ചെയ്യാൻ ഞാനിവിടെ ഉണ്ട് എന്ന് ഒക്കെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. താൻ ശുദ്ധനാണ്, തന്റെ കൈ ശുദ്ധനാണ് എന്ന് എപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് AK ആന്റണി. എനിക്കിതിലൊന്നും പങ്കില്ല, ഞാൻ വളരെ മാന്യനായി മാറി നിൽക്കുകയായിരുന്നു, ഇതെല്ലാം ചെയ്തത് മറ്റവരാണ്. അങ്ങനെ ഒരു ധാരണ കൂടി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്, ഞാൻ ശിവഗിരിയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ മുത്തങ്ങയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ മാറാടൊന്നും ചെയ്തിട്ടില്ല, സംഭവിച്ചതെല്ലാം അന്ന് പോലീസ് ചെയ്തതാണ്, എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ അത് തന്നെയാണ്. കാരണം എപ്പോഴും ആന്റണി ഒരു പ്രശ്നം വെച്ചാല്, ആന്റണിയുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും കളങ്കമേൽക്കുന്നു എന്ന് തോന്നിയാൽ അദ്ദേഹം അപ്പോൾ തന്നെ അതിൽ നിന്ന് പെരുമാറും. പക്ഷെ പിന്മാറാൻ പറ്റാത്ത 3 സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ശിവഗിരി പ്രശ്നവും, മാറാടും, അതുപോലെ തന്നെ മുത്തങ്ങയും. ഈ 3ഉം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരിയെ കുറിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടില്ല, മാറാടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മുത്തങ്ങ മാത്രമാണ് പറഞ്ഞത്. മുത്തങ്ങയെ കുറിച്ച് പറഞ്ഞതിന് മറുപടി എന്ന രൂപത്തിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് ഇപ്പം മുത്തങ്ങ വലിയ ചർച്ചയായി മാറി. എന്ന് വെച്ചാൽ ഇലക്ഷൻ ഇയറാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ കോൺഗ്രസ് എടുത്ത നിലപാട് അത് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. മാറാട് പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയനെ ഇപ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും. അന്ന് AK ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി മാറാട് സന്ദർശിക്കാൻ പോകുമ്പോൾ അന്ന് അവിടുത്തെ BJP സംഘപരിവാർ നേതാക്കൾ വന്നിട്ട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരരുതെന്ന്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയോട് തിരിച്ചു പോകാൻ പറയുകയാണ് AK ആന്റണി ചെയ്യുന്നത്. അതിനുശേഷം AK ആന്റണി മാത്രം അവിടെ സന്ദർശിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് പിണറായി വിജയൻ, അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്നു. ഇടതു ഭാഗത്ത് VKC മുഹമ്മദ് കോയയാണ് MLA, തൊട്ടപ്പുറത്ത് ഇളവരം കരീമാണ്. രണ്ടുപേരെയും കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരെയും കടത്തിവിടില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് പിണറായിയുടെ പ്രസിദ്ധമായ വാക്കുകൾ മാറി നിൽക്കടോ എന്ന്. അങ്ങനെ സംഘപരിവാർ നേതാക്കളോട് മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് അവിടെ പോയി വന്നത് വീണ്ടും സജീവ ചർച്ചയായി. സംഘപരിവാറിനെതിരെ ഇത്രയും സ്ട്രോങ് ആയി നിലപാടെടുത്ത ആള് എന്ന രൂപത്തിൽ അത് വീണ്ടും ചർച്ചയായി. അതുപോലെ തന്നെ ശിവഗിരിയിൽ AK ആന്റണിയെ ന്യായീകരിക്കാൻ ഇപ്പോൾ ശിവഗിരി പടാളത്തിലെ സന്യാസിമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതൊരു കറുത്ത അധ്യായമായി ഇപ്പോഴും ഈ പ്രത്യേകിച്ച് SNDP യോഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും പോലീസ് ആന്റണി പറയുന്നതും മഠാധിപതികൾ പറയുന്നതും സ്വാമിമാർ പറയുന്നതും അത് അനിവാര്യമായിരുന്നു, ഹൈക്കോടതി ഉത്തരവുണ്ട് എന്നാണ്, സംഘർഷ സ്ഥിതിയായിരുന്നു എന്നാണ്. അങ്ങനെയാണ് സ്വാമിമാരെ എതിരെ അടിച്ചു എന്ന് ചോദ്യമൊക്കെ. അതൊക്കെ വീണ്ടും ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ UDFന് അത് നല്ല കാര്യമല്ല. അതാണ് സംഭവിച്ചത്. പക്ഷെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? അതല്ല, അങ്ങനെയല്ല, ആന്റണി അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല,
മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി വലിയ തോതിൽ UDF ബാധിച്ചു, തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് അക്കമിട്ട് ഒരുപാട് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയൊന്നും ഒന്നും തോന്നിയില്ല. പുള്ളി സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പണ്ടത്തെ പോലെ തന്നെ ആന്റണിയുടെ സ്ഥിരം ശൈലി അതാണ്. അതിപ്പോൾ ഈ VD സതീശനും ചെന്നിത്തലയ്ക്കും എല്ലാം തലവേദനയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഓടുമ്പോഴാണ് ഒരു ചെറിയ കാര്യം പോലും നമുക്കത് വലിയ സ്പാർക്കായി മാറും. എന്തായാലും ആന്റണി ഇരുന്നിരുന്ന് വാ തുറന്നത് UDFിന് വലിയ തിരിച്ചടിയാണ്. അതിനേക്കാളും വലിയ അപകടം എന്താണ്? AK ആന്റണിയുടെ ആരോപണം എന്താണ്? ആരും എന്നെ ന്യായീകരിക്കാനില്ല, എന്നെ കുറിച്ച് ആരോപണം വന്നപ്പോൾ എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കൊള്ളുന്ന അടി. പ്രതിപക്ഷ നേതാവല്ലേ സഭയിൽ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് പറയിപ്പിക്കേണ്ടത്. രമേശ് ചെന്നിത്തല അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തെ പറയാമായിരുന്നു. അദ്ദേഹം ഈ സമയത്ത് എഴുന്നേരുന്നാലും ഇപ്പോഴത്തെ സ്പീക്കർ സമയം കൊടുക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സമയം കൊടുക്കാറുണ്ട്. ദീർഘിച്ച സമയം കൊടുക്കാറില്ല എങ്കിലും കൊടുക്കാറുണ്ട്. അതുപയോഗിച്ച് അദ്ദേഹത്തിന് പ്രതിരോധിക്കാമായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പ്രസംഗിച്ച ആളാണ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ്. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയത്ത് പോലും ഒരു വാക്ക് പോലും ആന്റണിയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഇത് അദ്ദേഹത്തിന് വലിയ വേദനയുണ്ട്. ചെറിയ ഫിലിപ്പിനെ കണ്ടപ്പോൾ ചെറിയ ഫിലിപ്പ് പറഞ്ഞത് അത് വലിയ വേദനയായിരിക്കുകയും ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ എന്നെ വിളിച്ചിരുത്തി, അതുകൊണ്ടാണ് ഇരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചെറിയ ഫിലിപ്പിന്റെ ഉദ്ദേശമില്ലാതെ ചെറിയ ഫിലിപ്പ് പറയാതെ വാർത്താ സമ്മേളനം നടക്കില്ല. എന്ന് വെച്ചാൽ ആന്റണിയും ചെറിയാൻ ഫിലിപ്പും ഒക്കെ ഇനിയും LDF തന്നെ വേണമെന്ന് ഉദ്ദേശിച്ചോ, മനസ്സിലങ്ങനെയുണ്ടോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഇവർ നീക്കം. എന്താണ് ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മൊത്തം ഒരു പുകമറയാണ്. ആരാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു പിടുത്തമില്ല. KPCC പ്രസിഡന്റ് ആണെങ്കിൽ മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്താ കേരളത്തിൽ കോൺഗ്രസ് നടക്കുന്ന മനസ്സിലാകുന്നില്ല. ഒരു വലിയ സംഘമായിട്ട് ആ വഴിക്ക് പോകുന്നു. അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഉണ്ടായിരുന്ന യുവജന നേതാക്കളെല്ലാം തെറ്റി പിരിഞ്ഞ് മാറി പോയിരിക്കുന്നു. ഇപ്പൊ അദ്ദേഹം ഒറ്റയാനെ പോലെ പോരാടുകയാണ്. അങ്ങനെ ഒറ്റയാനെ പോലെ മുന്നോട്ട് പോകുമ്പോൾ കാല് വാരി താഴെ ഇടാൻ തൊട്ട് പുറകെ തന്നെ ഇരിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായേ തീരൂ. കാരണം അദ്ദേഹം പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റി, NSS, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഒക്കെ തന്നെയാണ് പിന്തുണക്കുന്നത്, ഹൈക്കമാൻഡിന് പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ്. ശശി തരൂരാണെങ്കിൽ കോൺഗ്രസ് വിട്ടിട്ടായാലും സ്വതന്ത്രനായി നിന്ന് BJP മുന്നണി ചേർന്നിട്ടോ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്ന ശ്രമമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നേരെ അപ്പുറത്തോ ഒറ്റക്കെട്ടായി സ്ട്രോങ് ആയി നിൽക്കുന്ന മുഖ്യമന്ത്രി നയിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഇതിനകം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അങ്ങനെയുള്ള മുന്നണിയോടാണ് ഇവർ മുട്ടാൻ പോകുന്നത് ഈ ദുർബലമായ അവസ്ഥയിൽ. എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലപ്പോ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ കുളംകളിക്ക് വരുമ്പോ ഈ അടുത്ത 26 തെരഞ്ഞെടുപ്പിൽ ചിലപ്പോ നേരിട്ടുള്ള മത്സരം ഈ LDF BJP ആവാൻ സാധ്യത ഉണ്ടാവാൻ ഒരു സംശയം വേണ്ട. രാഷ്ട്രീയമായി നല്ലൊരു നീക്കം BJP നടത്തിയാൽ എന്ന് വെച്ചാൽ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി, അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ നിന്നോട്ടെ, അദ്ദേഹം BJP ചേരേണ്ട കാര്യമില്ല, അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്നു, BJP പിന്തുണക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന ഒരു 10, 15, 20 പേർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ബാക്കി BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഭരണം പിടിക്കാൻ കഴിയൂ എന്നതിനപ്പുറത്തേക്ക് വളരെ നിർണായകമായ ശക്തിയായി BJPക്ക് മാറാൻ കഴിയുന്ന കാര്യം സംശയമില്ല. നഗര കേന്ദ്രീകൃതമായി ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂരിന് വലിയ പിന്തുണയുണ്ട്. അദ്ദേഹം ഒരു ക്യാമ്പയിനായി ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയും കൂടി ഒന്നിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റമായിരിക്കും കേരളത്തിലുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് ഒരു തലവര മാറ്റി മറിക്കും. പക്ഷെ അത്തരമൊരു രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എന്താണ് BJPയുടെ അവനാതിയുള്ളത് എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കോൺഗ്രസിനോടൊപ്പമാണ് താനെന്ന് ശശി തരൂർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും ശശി തരൂർ സ്വതന്ത്രമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഏത് സമയത്തും അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചെറിയ പദവിയൊന്നുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഈ എന്തെങ്കിലും ഒരാകെ കലങ്ങി മറിഞ്ഞ് കിടന്നാല് ഉറപ്പായിട്ടും കോൺഗ്രസ് നിന്ന് ഒരു 10 MLA-മാരെ പിടിക്കാനൊക്കെ BJP വിചാരിച്ചാൽ ഈസിയായി കഴിയും. കാരണം ഇഷ്ടം പോലെയുണ്ട്. മറ്റ് സ്റ്റേറ്റുകൾ ചെയ്ത് അതേപോലെയുള്ള നിലപാട് ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ ജമ്മു കാശ്മീരിൽ PDP അവർ കൂടെ ചേർത്ത് വേണമെങ്കിൽ ലീഗിനെയും കൂട്ടും. അതിനും തയ്യാറാണ് അവര്. ലീഗിനെ ഒപ്പം കൂട്ടി
പിന്നെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ അതിനും തയ്യാറാകും BJP. ഒരു സംശയം വേണ്ട. ലീഗിന് ഭരണം കിട്ടണമെന്ന താല്പര്യം അവർക്കുള്ളൂ. വേണമെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ മതി. കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാം, ഞങ്ങളെ പിന്തുണക്കുക എന്ന് ലീഗിനോട് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഉദാത്തമായ മാതൃകയാണ് കേരളം. അത് എപ്പോഴും രാഷ്ട്രീയ ഇന്ത്യക്ക് മാതൃകയാവുന്ന കൂട്ടുകക്ഷി മാതൃകയാവുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ഇതാ പുതിയ സമവാക്യം രൂപപ്പെട്ടിരിക്കുന്നു. ദേശീയ തലത്തിൽ പിന്നെ BJPയും മുസ്ലിം ലീഗും ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വലിയ നേട്ടാണ്. അതെ, മോദിയോട് എപ്പോഴും നിൽക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ മോദിയുടെ ഉത്തരേന്ത്യയിലൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. കാരണം BJP ഇപ്പോഴും മുസ്ലിം വിരുദ്ധമാണ് എന്ന ധാരണ തന്നെ പൊളിച്ചെഴുതാൻ കഴിയും. ആ രൂപത്തിലേക്ക് മാറിക്കൂടെ രാഷ്ട്രീയമാണിത്. കാരണം UDF ഇങ്ങനെ പതറി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.